Question number 22, where the least count of a screw gauge is 0.01 millimeter. If the pitch is increased by 75% and number of divisions on the circular scale is reduced by 50%, the new least count will be screw gauge. That means units and measurement. Units and measurement എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണല്ലേ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്നുണ്ടാവുന്ന ഇൻസ്ട്രുമെൻറ്റിലെ സ്ക്രൂ ഗേജിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് അല്ലേ. സോ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. എന്നിട്ട് ചോദിക്കുന്നത് പിച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ 75%. സോ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു പിയിൽ നിന്ന് 75% ആഡ് ഓൺ ചെയ്താൽ പി പ്ലസ് 75% ഓഫ് പി ചെയ്ത് നമുക്ക് കിട്ടുക 1.75 പി അല്ലേ. ന്യൂ പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 75% ആഡ് ചെയ്താൽ 1.75 പി ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് 50% കുറച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് പകുതിയായി എന്നുള്ള മീനിങ് അല്ലേ. സോ 0.5 എൻ ആയി എന്നുള്ള മീനിങ് ആണ്. നമുക്കറിയാം പിച്ച് ഡിവൈഡ് ബൈ എൻ, പി ബൈ എന്നിൻ്റെ വാല്യൂ 0.01 മില്ലിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 1.75 ഡിവൈഡ് ബൈ 0.5 ഇൻറ്റു 0.01 മില്ലിമീറ്റർ എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 10ൻ്റെ പവേഴ്സ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0.5 ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1.75നെ 175 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് 0.001 എന്നുള്ള ഫോർമാറ്റിലേക്ക് അത് മാറും. അതിന് നമുക്ക് 175 ഡിവൈഡ് ബൈ 5 എന്ന 35 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. സോ ഇവിടെ നമുക്ക് വേണ്ട ആൻസർ 35 എന്നാണ്. 35 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ. സോ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിലി നിങ്ങൾക്ക് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കോൺസെപ്റ്റ് നിങ്ങൾ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സ്ക്രൂ ഗേജ് റിവൈസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.